നമസ്കാരം. മലയാള വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. നിലമ്പൂർ പാത്തിപ്പാറയിൽ കോൺക്രീറ്റ് റോഡിന്റെ ഒരു ഭാഗം തോട്ടിലേക്ക് ഇടിഞ്ഞു വീണു. 15ഓളം കുടുംബങ്ങൾ വഴി തടസ്സപ്പെടുമെന്ന ആശങ്കയിൽ. ഫോറസ്റ്റ് സ്റ്റേഷനിൽ ജോലിക്കിടെ ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസർ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറെ മർദ്ദിച്ചെന്ന പരാതി. BFO ആശുപത്രിയിൽ ചികിത്സ തേടി. മദ്യപിച്ചിട്ടുണ്ടെന്ന സംശയത്തിൽ ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസർ, മറ്റൊരു BFO എന്നിവരെ റേഞ്ച് ഓഫീസർ ആശുപത്രിയിൽ എത്തിച്ച പരിശോധനയ്ക്ക് വിധേയരാക്കി. ജില്ലാശുപത്രിയിൽ ഓരോ സ്പെഷ്യലിസ്റ്റ് ഡോക്ടർമാർക്കും പ്രത്യേകം OP ടിക്കറ്റുകൾ എടുക്കണമെന്ന RMO സർക്കുലർ ഇറക്കിയതിനെതിരെ പുരോഗമന യുവജന പ്രസ്ഥാനം സൂചനാത്മകമായി പോസ്റ്ററുകൾ പതിച്ച് പ്രതിഷേധിച്ചു. തദ്ദേശ സ്ഥാപനങ്ങളുടെ ഫണ്ട് വെട്ടിക്കുറച്ച UDF സർക്കാരിന്റെ ജനവിരുദ്ധ നയങ്ങൾക്കെതിരെ LDF നഗരസഭ മാർച്ച് നടത്തി. മാർച്ച് LDF മണ്ഡലം കൺവീനർ E. പത്മാക്ഷൻ ഉദ്ഘാടനം ചെയ്തു. മഞ്ചേരി നഗരസഭാ കൗൺസിലർ ആയിരുന്ന തലാപ്പിൽ അബ്ദുൽ ജലീലിനെ കൊലപ്പെടുത്തിയ കേസിൽ 3 പ്രതികൾക്കും ജീവപര്യന്തം. മഞ്ചേരി 3ാം അഡീഷണൽ സെഷൻസ് കോടതി ജഡ്ജി S. സൂരജാണ് വിധി പ്രസ്താവിച്ചത്. വാർത്തകൾ വിശദമായി. നിലമ്പൂർ പാത്തിപ്പാറയിൽ കോൺക്രീറ്റ് റോഡിന്റെ ഒരു ഭാഗം തോട്ടിലേക്ക് ഇടിഞ്ഞു വീണു. 15ഓളം കുടുംബങ്ങൾ വഴി തടസ്സപ്പെടുമെന്ന ആശങ്കയിൽ. കഴിഞ്ഞ ദിവസമുണ്ടായ കനത്ത മഴയിലാണ് റോഡിന്റെ ഒരു ഭാഗം ഇടിഞ്ഞത്. പ്രായമായവരും കിടപ്പുരോഗികളും പ്രത്യേക പരിഗണന അർഹിക്കുന്നവരും ഉൾപ്പെടെ 15ഓളം കുടുംബങ്ങളുടെ ഏക ആശ്രയമാണ് ഈ റോഡ്. കോൺക്രീറ്റ് ചെയ്ത റോഡിനോട് ചേർന്നുള്ള ഭാഗമാണ് തോട്ടിലേക്ക് ഒലിച്ചിറങ്ങിയത്. മഴ വീണ്ടും ശക്തമായാൽ റോഡ് പൂർണ്ണമായും തകരുമെന്ന ആശങ്കയിലാണ് നാട്ടുകാർ. നിലമ്പൂർ മുനിസിപ്പാലിറ്റിയിൽ പാത്തിപ്പാറ 13ാം ഡിവിഷൻ സ്ഥിതി ചെയ്യുന്ന പാത്തിപ്പാറയിലാണ് ഈ ഒരു ദാരുണ സംഭവം സംഭവിച്ചിട്ടുള്ളത്. 8-10 കുടുംബങ്ങളോളം താമസിക്കുന്ന ഏരിയയിലേക്കുള്ള വഴിമാർഗ്ഗമാണ്. ഹോസ്പിറ്റലിലേക്കും മറ്റ് സ്ഥലങ്ങളിലേക്കും വീടുകളിലേക്കും പോകുന്ന വഴിയുടെ അവസ്ഥയാണ് ഈ കാണുന്നത്. ഇപ്പോൾ ഈ പ്രദേശത്ത് ഒരു 10-15 വീടുകളുണ്ട്. അതിൽ പല വീടുകളിൽ കണ്ണിന് കാഴ്ച നഷ്ടപ്പെട്ടവർ, പിന്നെ അരക്ക് കീഴ്പ്പെട്ട് സ്വാധീനം ഇല്ലാത്തവർ, അതുപോലെ കിടപ്പ് രോഗികൾ. നിലവിൽ ഇപ്പം തന്നെ ഇവിടെ കിടപ്പ് രോഗികൾ 2-3 പേരുണ്ട്. അതുപോലെ അരക്ക് കീഴ്പ്പെട്ട് സ്വാധീനം ഇല്ലാത്തവരുണ്ട്, പിന്നെ കണ്ണിന് കാഴ്ച നഷ്ടപ്പെട്ടുകൊണ്ട്. അവർക്ക് ഏക ആശ്രയമാണ് ഈ റോഡ്. ഇതിപ്പോൾ എങ്ങനെയാ വെച്ചാൽ കരിമ്പുഴയിൽ നിന്ന് 1.5 കിലോമീറ്റർ ഇപ്പുറം പാത്തിപ്പാറ വാർഡിൻ്റെ എൻഡ്, പാത്തിപ്പാറ 13ാം വാർഡിൻ്റെ എൻഡിലാണ്. അവിടുന്ന് മുതിരിത്തോടിന് സമാനമായിട്ട് ചാരി വന്ന് ഒരു 10-15 വീടുകൾ ആശ്രയിക്കുന്ന ഏക റോഡാണിത്. ഇവിടേക്കുള്ള ഏക ആശ്രയം ഈ റോഡാണ്. അതിലെ അവസ്ഥയാണ് ഇപ്പോൾ. മിനിഞ്ഞാന്നത്തെ വെള്ളപ്പൊക്കത്തിന് സംഭവിച്ചതാണ്. ഇനിയും ഒരു നല്ലൊരു മഴക്കെടുതി കൂടെ ഉണ്ടായാൽ ഈ റോഡ് തന്നെ ഇല്ലാതാകുന്നിടത്തേക്കാണ് പോക്ക്. അപ്പം അതിന് മുന്നോടിയായിട്ട് നഗരസഭയുടെയും മുനിസിപ്പാലിറ്റിയുടെയും ഭാഗത്ത് നിന്നുകൊണ്ട് ഈ തോട്, ഈ ഇടിവിനെ സംരക്ഷിച്ചുകൊണ്ട്, ഈ ഇടിവ് സംഭവിക്കാതെ ഈ റോഡിനെ സംരക്ഷിക്കുന്ന രീതിയിലുള്ളൊരു കെട്ട് ഇതുവഴി അനുവദിക്കണമെന്നുള്ളതാണ് നഗരസഭയോട് നമുക്ക് പറയാനുള്ളത്. തോട് കയ്യേറ്റമാണ് റോഡ് തകർച്ചയ്ക്കിടയാക്കുന്നതെന്നും ആക്ഷേപമുണ്ട്. നഗരസഭയിലെ 6 വാർഡുകളിലൂടെ ഒഴുകുന്ന തോടിൽ കയ്യേറ്റം വ്യാപകമാണെന്ന് കാണിച്ച് നാട്ടുകാർ നേരത്തെ റവന്യൂ മന്ത്രിക്കും നഗരസഭയ്ക്കും മറ്റും പരാതി നൽകിയിരുന്നു. MLAയും നഗരസഭയും ഉൾപ്പെടെ അധികൃതർ പ്രശ്നം ഗൗരവമായി കാണണമെന്നും റോഡ് സംരക്ഷിക്കുവാൻ നടപടി സ്വീകരിക്കണമെന്നും നാട്ടുകാർ ആവശ്യപ്പെടുന്നു. ഇത് സംബന്ധിച്ച് നഗരസഭയ്ക്കും MLAയ്ക്കും പരാതി നൽകുവാൻ ഒരുങ്ങുകയാണ് നാട്ടുകാർ. ഫോറസ്റ്റ് സ്റ്റേഷനിൽ ജോലിക്കിടെ ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസർ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറെ മർദ്ദിച്ചെന്ന പരാതി. BFO ആശുപത്രിയിൽ ചികിത്സ തേടി. മദ്യപിച്ചിട്ടുണ്ടെന്ന സംശയത്തിൽ ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസർ, മറ്റൊരു BFO എന്നിവരെ റേഞ്ച് ഓഫീസർ ആശുപത്രിയിൽ എത്തിച്ച പരിശോധനയ്ക്ക് വിധേയരാക്കി. മാതൃകാ ഫോറസ്റ്റ് സ്റ്റേഷനാക്കുമെന്ന് വനം മന്ത്രി പ്രഖ്യാപിച്ച നിലമ്പൂർ റേഞ്ചിലെ വാണിയമ്പുഴ സ്റ്റേഷനിലാണ് സംഭവം. BFO KC സന്തോഷാണ് പോത്തുകൽ കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ ചികിത്സ തേടിയത്. ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസർ അജികുമാർ, BFO ടിജോ ജോസഫ് എന്നിവരാണ്
നിലമ്പൂർ റേഞ്ചിന്റെ ചുമതലയുള്ള വഴിക്കടവ് റേഞ്ച് ഓഫീസർ പി വിമൽ നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ മെഡിക്കൽ പരിശോധന നടത്തിയത്. അജികുമാറും സന്തോഷും തമ്മിലാണ് പ്രശ്നമുണ്ടായതെന്ന് പറയുന്നു. സംഭവം അറിഞ്ഞ് നോർത്ത് ഡിഎഫ്ഒ റേഞ്ച് ഓഫീസർ വിമലിനെ സ്റ്റേഷനിലേക്ക് അയച്ചു. അജികുമാർ ക്വാർട്ടേഴ്സിലായിരുന്നു. സ്റ്റേഷനിലുണ്ടായിരുന്ന ടിജോ മദ്യപിച്ചതായി സംശയം തോന്നി. ഇരുവരെയും കൈയോടെ ജീപ്പിൽ ആശുപത്രിയിൽ മെഡിക്കൽ ഓഫീസറുടെ മുൻപിൽ എത്തിച്ചു. പരിശോധനയ്ക്ക് രക്തസാമ്പിൾ നൽകുവാൻ ഇരുവരും വിസമ്മതിച്ചു. റേഞ്ച് ഓഫീസർ ഡിഎഫ്ഒക്ക് റിപ്പോർട്ട് നൽകും. സന്തോഷിന്റെ പരാതിയിൽ പോത്തുകൽ പോലീസ് അന്വേഷണം തുടങ്ങി. മന്ത്രി ഷിബു ബേബി ജോണാണ് 22-ന് സന്ദർശന വേളയിൽ മാതൃകാ സ്റ്റേഷനാക്കുമെന്ന് പ്രഖ്യാപനം നടത്തിയത്. ജില്ലാ ആശുപത്രിയിൽ ഓരോ സ്പെഷ്യലിസ്റ്റ് ഡോക്ടർമാർക്കും പ്രത്യേക OP ടിക്കറ്റുകൾ എടുക്കണമെന്ന RMO സർക്കുലർ ഇറക്കിയതിനെതിരെ പുരോഗമന യുവജന പ്രസ്ഥാനം സൂചനാത്മകമായി പോസ്റ്ററുകൾ പതിച്ച് പ്രതിഷേധിച്ചു. വിഷയം അടിയന്തരമായി പരിഹരിച്ചില്ലെങ്കിൽ ശക്തമായ സമരങ്ങൾക്ക് നേതൃത്വം നൽകുമെന്ന് പുരോഗമന യുവജന പ്രസ്ഥാനം ഭാരവാഹികൾ അറിയിച്ചു. നിലവിൽ സമീപകാലത്തുണ്ടായ OP ടിക്കറ്റിന്റെ വില വർധനവിൽ തന്നെ പൊറുതിമുട്ടിയിരിക്കുന്ന രോഗികളുടെ മേലെ ഇടുത്തി പോലെയാണ് പുതിയ സർക്കുലർ വന്ന് പതിച്ചിരിക്കുന്നത്. സാധാരണഗതിയിൽ ആശുപത്രിയിൽ എത്തുന്ന രോഗികൾ ജനറൽ മെഡിസിൻ വിഭാഗത്തിൽ OP ടിക്കറ്റ് എടുത്ത് പരിശോധനയ്ക്ക് വിധേയമാവുകയും ജനറൽ മെഡിസിൻ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം സ്പെഷ്യലിസ്റ്റ് ഡോക്ടർമാരെ അതേ OP ടിക്കറ്റ് ഉപയോഗിച്ച് തന്നെ സന്ദർശിക്കുകയുമായിരുന്നു ചെയ്തിരുന്നത്. ഇനി മുതൽ ഓരോ ഡോക്ടറെ കാണണമെങ്കിലും പ്രത്യേകം OP ടിക്കറ്റ് എടുക്കണം. ഇത് സാമ്പത്തിക നഷ്ടവും തുടർച്ചയായ ദീർഘനേരം ക്യൂവിൽ നിന്ന് സമയം നഷ്ടവും ബുദ്ധിമുട്ടും അനുഭവിക്കുകയും വേണം. പൊതുജനാരോഗ്യം അടിസ്ഥാന അവകാശമായിരിക്കെ രോഗികളെയും കൂട്ടിരിപ്പുകാരെയും സാങ്കേതിക കാരണങ്ങളാൽ കഷ്ടപ്പെടുത്തി ആശുപത്രിയിലേക്കുള്ള സന്ദർശനം തന്നെ ഇല്ലാതാക്കുവാനുള്ള നീക്കമായിട്ട് വേണം ഇതിനെ മനസ്സിലാക്കുവാൻ. മാത്രമല്ല, സർക്കാർ ആശുപത്രികൾ ലാഭം കൈവാനുള്ള കച്ചവട കേന്ദ്രങ്ങളാക്കി മാറ്റുകയാണ്. ദീർഘകാലം താലൂക്ക് ആശുപത്രിയായി നിലനിന്നിരുന്ന ഈ ആശുപത്രിയെ അടുത്ത കാലത്താണ് ജില്ലാ ആശുപത്രിയായി ഉയർത്തിയത്. പ്രവേശന കവാടത്തിലെ താലൂക്ക് ആശുപത്രി എന്നത് മാറ്റി ജില്ലാ ആശുപത്രി എന്ന് ബോർഡ് വെക്കുക മാത്രമാണ് സംഭവിച്ചിട്ടുള്ളത്. ഒരു ജില്ലാ ആശുപത്രിക്ക് വേണ്ട അടിസ്ഥാന സൗകര്യങ്ങൾ ഒന്നും തന്നെ ഇതുവരെയായി ഉറപ്പാക്കിയിട്ടില്ല. വിവിധ സർക്കാരുകളുടെ വികസന പട്ടികകളിൽ പേര് ചേർക്കാനല്ലാതെ പ്രദേശവാസികൾക്കോ രോഗികൾക്കോ ഉപകാരപ്രദവും ആശ്വാസകരവുമായ രീതിയിൽ ആശുപത്രിയെ നിലനിർത്തുവാൻ സർക്കാരും ഉദ്യോഗസ്ഥരും തയ്യാറാകുന്നുമില്ല. ഏതാണ്ട് ഇതെല്ലാം ഞങ്ങളുടെ ഔദാര്യമാണ് എന്ന നിലയിലുള്ള സമീപനമാണ് തുടർന്നു വരുന്നത്. സുരക്ഷിതവും സൗജന്യവും സാർവത്രികവുമായ ആരോഗ്യ മേഖലയ്ക്ക് വേണ്ടി ഇനിയും നാം ശബ്ദമുയർത്തേണ്ടിയിരിക്കുന്നു. സമരത്തിൽ പങ്കാളികളാകണമെന്ന് പുരോഗമന പ്രസ്ഥാനം ആവശ്യപ്പെട്ടു. തദ്ദേശ സ്ഥാപനങ്ങളുടെ ഫണ്ട് വെട്ടിക്കുറച്ച UDF സർക്കാരിന്റെ ജനവിരുദ്ധ നയങ്ങൾക്കെതിരെ LDF നഗരസഭ മാർച്ച് നടത്തി. മാർച്ച് LDF മണ്ഡലം കൺവീനർ E പത്മാക്ഷൻ ഉദ്ഘാടനം ചെയ്തു. ഇത്തരത്തിലൊരു മുന്നറിയിപ്പ് സമരം, ഇതൊരു വളരെ ശക്തമായ സമരമല്ല, ഒരു തുടക്കമാണ്. ഒരു മുന്നറിയിപ്പ് സമരം LDF ആദ്യമായി സംഘടിപ്പിക്കുകയാണ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് ശേഷം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ആദ്യമായി രാഷ്ട്രീയമായി ഏറ്റെടുക്കുന്ന ഒരു സമര തുടക്കമാണ്. ഈ സമരത്തിന്റെ മുദ്രാവാക്യങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഇത്തരത്തിലൊരു സമരവുമായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മുന്നോട്ട് വന്നാൽ നമ്മുടെ നാട്ടിലുണ്ടാകാൻ ഇടയുള്ള ഒരുപാട് പ്രതികരണങ്ങളുണ്ട്. ആ പ്രതികരണങ്ങളെ കുറിച്ച് സൂചിപ്പിക്കണമെന്ന് ആഗ്രഹിക്കുകയാണ്. ഈ സമരത്തിന്റെ പോസ്റ്റ് ആരെങ്കിലും ഒന്ന് സോഷ്യൽ മീഡിയയിൽ ഇട്ട് നോക്കും, ഉടനെ വരും ചില പ്രതികരണങ്ങൾ. ഇവരുടെ കരച്ചിൽ തീർന്നിട്ടില്ല. മാധ്യമങ്ങൾ വരെ അത്തരത്തിലുള്ള പ്രചരണങ്ങൾ സംഘടിപ്പിക്കാറുണ്ട്. ഇവര് പരാജയപ്പെട്ടതുകൊണ്ട്, ഇടതുപക്ഷത്തിന്റെ ഭരണം നഷ്ടപ്പെട്ടത് കൊണ്ടുള്ള സമരമാണ്, അതുകൊണ്ടുള്ള പ്രതിഷേധമാണ് എന്ന് പല നിലയിൽ അവരുടെയൊക്കെ രാഷ്ട്രീയ നിലവാരത്തിന്റെ തോത് വെച്ച് കളിയാക്കുന്നവരുണ്ട്, ആക്ഷേപിക്കുന്നവരുണ്ട്. കേരളത്തിലെ മഹാഭൂരിപക്ഷം പഞ്ചായത്തുകളിൽ ഇപ്പൊ ഞങ്ങളല്ലല്ലോ. മലപ്പുറം ജില്ലയിൽ ഞങ്ങൾക്ക് 3 പഞ്ചായത്തേ ഉള്ളൂ, ഒരു മുനിസിപ്പാലിറ്റി, ഒരു ബ്ലോക്ക് പഞ്ചായത്ത്. ജില്ലാ പഞ്ചായത്തിൽ ഒരു സീറ്റുമില്ല. ഞങ്ങൾക്കത് തുറന്നു പറയാൻ ഒരു മടിയില്ല. അപ്പോൾ ഈ ഭരണസമിതികൾക്ക് പണം അനുവദിക്കണം എന്ന് പറഞ്ഞാൽ അത് രാഷ്ട്രീയ പ്രേരിതമായ മുദ്രാവാക്യമല്ല എന്നത് മനസ്സിലാക്കാൻ ഒരു ചെറിയ കോഴിക്കുട്ടിന്റെ ബുദ്ധി ഉണ്ടായാൽ മതി, വലിയ ബുദ്ധിയൊന്നും വേണ്ട.
ഇവിടെ പത്മിനി ഗോപിനാഥ് നേതൃത്വം കൊടുക്കുന്ന UDF-ന്റെ ഭരണസമിതിക്ക് പണം വേണം. അവർക്ക് പ്രവർത്തിക്കാൻ ആവശ്യമായ ഫണ്ട് ലഭ്യമാക്കണം. അതല്ലേ ഞങ്ങൾ ഈ സമരത്തിലൂടെ വിളിക്കുന്നത്. UDF അധികാരത്തിൽ വന്നതിന് ശേഷം 1533 കോടി രൂപ ബജറ്റ് വിഹിതം വെട്ടിക്കുറച്ചത് കാരണം ലൈഫ് ഭവന പദ്ധതി ഗുണഭോക്താക്കൾക്ക് പണം നൽകുന്നില്ല. മെയിന്റനൻസ് ഫണ്ട് ലഭിക്കാത്തത് കാരണം റോഡുകളുടെ റീടാറിംഗ് നടന്നില്ല. അംഗൻവാടികൾ, സ്കൂളുകൾ എന്നിവയുടെ മെയിന്റനൻസ് പ്രവൃത്തി നടന്നില്ല. പാലിയേറ്റീവ് ജീവനക്കാരുടെ ശമ്പളം മുടങ്ങി. കിടപ്പ് രോഗികളുടെ മരുന്ന് ചികിത്സയും മുടങ്ങി. ഭിന്നശേഷി കുട്ടികളുടെ സ്കോളർഷിപ്പ് മുടങ്ങി. അതിദരിദ്ര കുടുംബങ്ങൾ, വയോജനങ്ങൾ, വനിതാ ക്ഷേമ പദ്ധതികൾ എന്നിവയെല്ലാം തടസ്സപ്പെട്ടിരിക്കുകയാണ്. നഗരസഭയ്ക്ക് കീഴിൽ പ്രവർത്തിക്കുന്ന ആശുപത്രികളിൽ അവശ്യ മരുന്നുകൾ ലഭിക്കുന്നില്ല. LDF നേതാക്കളായ കക്കാടൻ റഹീം, PM ബഷീർ, M മുജീബ് റഹ്മാൻ, T ഹരിദാസൻ, ശ്രീധരൻ, സ്കറിയ കിനാന്തോപ്പിൽ, പരന്തൻ നൌഷാദ്, അരുമ ജയകൃഷ്ണൻ, അരുൺ ദാസ്, E ഷൌക്കത്ത് അലി, കൌൺസിലർമാർ എന്നിവർ സംസാരിച്ചു. മഞ്ചേരി നഗരസഭാ കൌൺസിലറായിരുന്ന തലാപ്പിൽ അബ്ദുൽ ജലീലിനെ കൊലപ്പെടുത്തിയ കേസിൽ 3 പ്രതികൾക്കും ജീവപര്യന്തം. മഞ്ചേരി 3ാം അഡീഷണൽ സെഷൻസ് കോടതി ജഡ്ജ് S സൂരജാണ് വിധി പ്രസ്താവിച്ചത്. 1 ലക്ഷം രൂപ വീതം പിഴയും കോടതി വിധിച്ചു. നെല്ലിക്കുത്ത് കോട്ടക്കുത്ത് മാട്ടായിൽ വീട്ടിൽ ഷുഹൈബ് എന്ന കൊച്ചു, നെല്ലിക്കുത്ത് ഒലിപ്രക്കാട് പതിയൻ തൊടിക വീട്ടിൽ അബ്ദുൽ മജീദ്, പണ്ടിക്കാട് വള്ളുവങ്ങാട് സൗത്ത് സ്വദേശി കറുത്തേടത്ത് വീട്ടിൽ ഷംസീർ എന്നിവരെയാണ് കോടതി ശിക്ഷിച്ചത്. കഴിഞ്ഞ വ്യാഴാഴ്ച വിധി പറയുവാനായി മഞ്ചേരി 3ാം അഡീഷണൽ സെഷൻസ് കോടതി കേസ് പരിഗണിച്ചിരുന്നു. അന്ന് 1ാം പ്രതി ഹാജരാകാതെ കോടതി പരിസരത്ത് നിന്നും മുങ്ങിയതോടെ കേസ് മാറ്റിവെക്കുകയായിരുന്നു. പ്രതിയുടെ ജാമ്യവും കോടതി റദ്ദാക്കി. വെള്ളിയാഴ്ച കേസ് പരിഗണിച്ച കോടതി 1ാം പ്രതിയുടെ 2 ജാമ്യക്കാർക്കെതിരെ കേസെടുക്കുവാനും 1 ലക്ഷം രൂപ വീതം കോടതിയിൽ കെട്ടിവെക്കുവാനും ഉത്തരവിട്ടു. ഇതിന് പിന്നാലെ തിരച്ചിൽ നടത്തിയ പോലീസ് പ്രതി വീട്ടിലെത്തിയത് കണ്ടെത്തി കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു. 2022 മാർച്ച് 29 രാത്രി 10ഓടെയാണ് കേസിനാസ്പദമായ സംഭവം. സ്ഥലക്കച്ചവടവുമായി ബന്ധപ്പെട്ട് പാലക്കാട്ട് പോയി തിരിച്ചു വരികയായിരുന്ന അബ്ദുൽ ജലീലും സംഘവും സഞ്ചരിച്ചിരുന്ന കാറിന്റെ ലൈറ്റ് കണ്ണിലേക്ക് അടിച്ചെന്ന് പറഞ്ഞ് ബൈക്ക് യാത്രക്കാരായ ഷുഹൈബും മാജിദും ഒലിപ്രക്കാട് വെച്ച് വാക്കേറ്റത്തിൽ ഏർപ്പെടുകയായിരുന്നു. ഇതിനിടെ ഷുഹൈബ് ഹെൽമറ്റ് ഉപയോഗിച്ച് കാറിന്റെ പിറകിലെ ഗ്ലാസ് അടിച്ചു തകർത്തു. തുടർന്ന് ഷംസീറിന്റെ ഫോണിൽ വിളിച്ചു വരുത്തുകയും ചെയ്തു. കാറിന്റെ പൊട്ടിയ ഗ്ലാസ് കൌൺസിലർ അടക്കമുള്ളവർ നോക്കുന്നതിനിടെ പ്രതികൾ കരിങ്കല്ല് ഉപയോഗിച്ച് കൌൺസിലറുടെ തലയ്ക്ക് അടിക്കുകയായിരുന്നു. ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മാർച്ച് 30 പുലർച്ചെയോടെ ജലീൽ മരിച്ചു. മഞ്ചേരി നഗരസഭാ കൌൺസിലറായിരുന്ന തലാപ്പിൽ അബ്ദുൽ ജലീൽ നാട്ടുകാർക്ക് ഏറെ പ്രിയപ്പെട്ട വ്യക്തിയായിരുന്നു. ഇതിനിടെ കൌൺസിലറെ കൊലപ്പെടുത്തിയ പ്രതികൾക്ക് നേരെ ആക്രമണവും ഉണ്ടായി. തങ്ങളുടെ പ്രിയപ്പെട്ട കുഞ്ഞാക്കയെ ഇല്ലാതാക്കിയ പ്രതികൾക്ക് പരമാവധി ശിക്ഷയായ തൂക്കുകയർ ലഭിക്കണം എന്നാണ് നാട്ടുകാരും അനുയായികളും ആഗ്രഹിച്ചിരുന്നത്. ജീവപര്യന്തം ശിക്ഷ കോടതി വിധിച്ചതും കുഞ്ഞാക്കയുടെ ആത്മാവിനോടുള്ള നീതിയാണെന്നും നാട്ടുകാർ പറഞ്ഞു. കവളപ്പൊയ്ക മുണ്ട ആശുപത്രി റോഡിലുള്ള പാലത്തിന് ഭീഷണിയായി അടഞ്ഞുകൂടിയ വലിയ മരങ്ങളും മറ്റ് പാഴ്വസ്തുക്കളും ട്രോമാ കെയർ വഴിക്കടവ യൂണിറ്റ് ജനകീയ കൂട്ടായ്മയും ചേർന്ന് വൃത്തിയാക്കി. മലപ്പുറം ട്രോമാ കെയറിന്റെ വഴിക്കടവ് യൂണിറ്റ് ലീഡർ കുഞ്ഞു മുഹമ്മദ്, വാർഡ് മെമ്പർ ബിനു പോൾ, വളണ്ടിയർ ജിനു, ജനകീയ കൂട്ടായ്മയുടെ ഭാഗമായി ബോസ് ഫിലിപ്പ്, റഷീദ് പുൽപ്പാടൻ, VK സോമൻ, ഉണ്ണികൃഷ്ണൻ വലിയട്ടക്കുന്നേൽ, പ്രഭു കാട്ടുപറമ്പിൽ, കൃഷ്ണൻകുട്ടി കീഴടത്ത്, ബേബി മലമേൽ പുത്തൻപുരയ്ക്കൽ, അലവി കുരുക്കൾ എന്നിവർ നേതൃത്വം നൽകി. തൊഴിൽ സുരക്ഷ ഉറപ്പാക്കുകയും മിനിമം വേതനം നൽകാൻ നടപടി സ്വീകരിക്കണമെന്നും ഷോപ്സ് ആൻഡ് എസ്റ്റാബ്ലിഷ്മെന്റ് എംപ്ലോയീസ് യൂണിയൻ എടക്കര ഏരിയ കൺവെൻഷൻ ആവശ്യപ്പെട്ടു. ജില്ലാ സെക്രട്ടറി MT സലീം ഉദ്ഘാടനം ചെയ്തു. VT ഫൈറോസ് അധ്യക്ഷനായി. സലീം വേങ്ങര, MK ചന്ദ്രൻ, S ജയപ്രകാശ്, VC ജോൺ, നാസർ മൂർഖൻ, M ഷാജി എന്നിവർ സംസാരിച്ചു. ഭാരവാഹികളായ VC ഷാജി ജോൺ പ്രസിഡന്റ്, റിയാസ് പുള്ളിയിൽ, MK മഖബൂൽ വൈസ് പ്രസിഡന്റ്, VT ഫൈറോസ് സെക്രട്ടറി, അച്യുതാനന്ദൻ, P റഷീദ് ജോയിന്റ് സെക്രട്ടറിമാർ, നാസർ മൂർഖൻ ട്രഷറർ എന്നിവരെ തെരഞ്ഞെടുത്തു. കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ മേഖലയെ ആഗോള നിലവാരത്തിലേക്ക് ഉയർത്താനുള്ള ശ്രമങ്ങൾക്ക് ഊർജം പകർന്ന സർക്കാരിന്റെ 100 ദിന പരിപാടിയിൽ ഉൾപ്പെടുത്തി പൊതുവിദ്യാഭ്യാസ വകുപ്പ് എറൈസ് പദ്ധതിക്ക് തുടക്കം കുറിച്ചു. അഡ്വാൻസ്ഡ് റോബോട്ടിക്സ് കിറ്റുകൾ സജ്ജമാക്കി ഹൈസ്കൂളുകളിൽ എറൈസ് ഹബ്ബ് സ്ഥാപിക്കുന്ന പദ്ധതിയുടെ മാർഗരേഖ ഹൈസ്കൂൾ പ്രഥമാധ്യാപകരുടെ ഏകദിന ശില്പശാല ഓൺലൈനായി ഉദ്ഘാടനം ചെയ്ത ചടങ്ങിൽ പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി N ഷംസുദ്ദീൻ തിരുവനന്തപുരത്ത് പ്രകാശനം ചെയ്തു. വിദ്യാഭ്യാസ വകുപ്പ് നടപ്പിലാക്കുന്ന 16 പദ്ധതികളിൽ IT സാങ്കേതിക വിദ്യയ്ക്ക് കൂടുതൽ പ്രാധാന്യമുള്ളതും കൈറ്റിന്റെ നേതൃത്വത്തിൽ ഹൈസ്കൂളുകളിൽ നടപ്പിലാക്കുന്നതുമായ 4 പ്രധാന പദ്ധതികൾക്കും ഇതോടെ തുടക്കമായി. കൈറ്റിന്റെ നേതൃത്വത്തിൽ അഡ്വാൻസ്ഡ് റോബോട്ടിക് കിറ്റുകൾ സജ്ജമാക്കി മൈക്രോ കൺട്രോളർ ബോർഡുകൾ, സെൻസറുകൾ, ബോട്ടറുകൾ തുടങ്ങിയവയുടെ സഹായത്താൽ കാഴ്ച പരിമിതർക്കുള്ള
സ്മാർട്ട് വാക്കിംഗ് സ്റ്റിക്ക്, പാചകവാതക ചോർച്ച അറിയുവാനുള്ള ഗ്യാസ് ഡിറ്റക്ടർ, ഫേസ് റെക്കഗ്നിഷൻ ഉള്ള AI സ്മാർട്ട് ഡോർ ലോക്കുകൾ എന്നിവയുടെ പ്രോട്ടോടൈപ്പുകൾ നിർമ്മിക്കുന്നതിന് സഹായകമായ എറൈസ് പദ്ധതി ഉൾപ്പെടെ പൊതുവിദ്യാഭ്യാസ വകുപ്പ് നടപ്പിലാക്കുന്ന പ്രവർത്തനങ്ങൾ സ്കൂൾ തലത്തിൽ ഫലപ്രദമായി നടപ്പിലാക്കണമെന്ന് ശില്പശാലയിൽ മന്ത്രി അഭിപ്രായപ്പെട്ടു. പ്രൈമറി വിഭാഗം ഉൾപ്പെടെ വിദ്യാർത്ഥികളുടെ സ്വയം പഠനത്തിനും ഡിജിറ്റൽ ഡിവൈഡ് ഇല്ലാതാക്കുന്നതിനും സ്കൂളുകളിൽ സജ്ജമാക്കുന്ന ഡിജിറ്റൽ പഠന സൗകര്യമായ ഡിജിറ്റൽ സ്ക്വയർ കുട്ടികളുടെ അക്കാദമിക ശേഷിയും പുരോഗതിയും കൃത്യമായി ട്രാക്ക് ചെയ്യുവാനും രക്ഷിതാക്കൾക്ക് വിവരങ്ങൾ ലഭ്യമാക്കുവാനും പിന്നോക്കം പോകുന്ന കുട്ടികൾക്ക് തിരുത്തൽ ബോധനം ഉറപ്പാക്കുവാനുമുള്ള അക്കാദമിക മോണിറ്ററിംഗ് പ്ലാറ്റ്ഫോമായ താരാപഥം സ്കൂളുകളുടെ വിവരങ്ങളും മികവുകളും സമയബന്ധിതമായി പങ്കുവയ്ക്കുന്നതിന് വിക്കിപീഡിയ മാതൃകയിൽ സജ്ജമാക്കിയ സ്കൂൾ വീക്ക് അപ്ഡേഷൻ ക്യാമ്പയിനായ സ്കൂൾ വിക്കിത്തോൺ എന്നീ പദ്ധതികളും ഇന്നത്തെ കാലത്ത് അടിയന്തരമായി നടപ്പാക്കേണ്ട സൈബർ സുരക്ഷാ പ്രോട്ടോകോൾ 2026 സ്കൂളുകളിൽ നടപ്പിലാക്കേണ്ടതിന്റെ ആവശ്യകതയും നിർദ്ദേശങ്ങളും വിദ്യാഭ്യാസ മന്ത്രി യോഗത്തിൽ വ്യക്തമാക്കി. ശില്പശാലയിൽ പൊതുവിദ്യാഭ്യാസ വകുപ്പ് സ്പെഷ്യൽ സെക്രട്ടറി ഡോക്ടർ D. സജിത് ബാബു, പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ സ്നേഹിൽ കുമാർ സിംഗ്, കൈറ്റ് CEO K. അൻവർ സാദത്ത്, ജില്ലാ കോർഡിനേറ്റർ മുഹമ്മദ് ഷെരീഫ് K തുടങ്ങിയവർ പങ്കെടുത്തു. MSF കരുളായി പഞ്ചായത്ത് കമ്മിറ്റി അഡ്വക്കേറ്റ് ഹബീബ് റഹ്മാൻ അനുസ്മരണം നടത്തി. മുസ്ലിം ലീഗ് പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് കക്കോടൻ നാസർ ഉദ്ഘാടനം നിർവഹിച്ചു. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സിൻഡിക്കേറ്റ് മെമ്പർ കബീർ മുതുപറമ്പ് ഹബീബ് അനുസ്മരണ പ്രഭാഷണം നിർവഹിച്ചു. പരിപാടിക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഷീജ കണ്ടങ്ങാപുരം, മെമ്പർമാരായ വിപിൻ കരുവാടൻ, സലീം മുണ്ടോടൻ, മുസ്ലിം ലീഗ് പഞ്ചായത്ത് ജനറൽ സെക്രട്ടറി സൈദലവി KT, ട്രഷറർ കരീം TP എന്നിവർ ആശംസകൾ അറിയിച്ചു. MSF പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് നിഹാദ് വാഫി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ അമാൻ റാഫിദ് സ്വാഗതവും നിഹാൽ KC നന്ദിയും പറഞ്ഞു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.